നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തി മൂന്നാം തവണ. നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ കോയ്ക്ക് ഗംഭീര തോൽവിയാണ് ജനങ്ങൾ കൊടുത്തത്. ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കുറച്ച് വോട്ട് നേടി വിജയിച്ചു എന്നല്ലാതെ വട്ടപൂജ്യമാണ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ കോയ്ക്ക് നേടാൻ കഴിഞ്ഞത്. പതിവ് പോലെ അവർ ഒരു കേഡർ പാർട്ടിയാണ്. കേഡർ പിണറായി, പാർട്ടി മറ്റുള്ളവരുമാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ കേഡർ പാർട്ടി ഈ തിരഞ്ഞെടുപ്പ് തോൽവി സന്ദേശ സിനിമയിൽ ചോദിക്കുന്നത് എന്തുകൊണ്ട് തോറ്റു എന്നറിയാൻ വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിച്ചു. കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ കമ്മിറ്റിയിൽ തോൽവി പഠിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്നൊക്കെ ആളുകളുണ്ട്. ഇപ്പോൾ ഈ കനലൊരു തരി ഇവിടെ കേരളത്തിൽ മാത്രം ഉള്ളതുകൊണ്ടും മറ്റുള്ളവരെല്ലാം വട്ടപൂജയായിട്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെയാണ് പഠനം പരിഹാരം കാണുന്നതൊക്കെ. ആ പഠനം കണ്ടെത്തി പറഞ്ഞത് ഈ പിണറായി ദാഷിയോ അല്ലെങ്കിൽ ഭരണത്തിലെ പരാജയമോ അങ്ങനെയുള്ളതൊന്നുമല്ല. ഒരു പ്രത്യേക സമുദായം ചതിച്ചതാണ്. അതുകൊണ്ടാണ് അവർ നമുക്ക് വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് തോറ്റു. അവരാരും വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് തോറ്റു. സംഭവം വളരെ നിസ്സാരമാണ്. ഇദ്ദേഹം പറയുന്ന കേട്ടതൊന്നും ഈ വളരെ രസകരമാണ്. ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ. ശ്രീ അപ്പം ഗോവിന്ദൻ, ഇയാൾ അപ്പം കൊണ്ട് വിൽക്കാൻ നൽകുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രത്യേക സമുദായത്തിൽ ജനിച്ചവരെല്ലാം നമുക്ക് തന്നെ വോട്ട് ചെയ്യണം, വേറെ ആർക്കും വോട്ട് ചെയ്തുകൂടാ. ഈ സമൂഹത്തിൽ ആൾക്കാർ ജനിക്കുന്നത് തന്നെ ഇവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി അത്രേ. അപ്പോൾ പാഠസ്കഫലിക്ക് സ്വാഗതം. ചൂടുള്ള ചായക്കൊപ്പം ചൂടുള്ള വാർത്തകൾ. നമ്മുടെ ഈ പ്രത്യേക സമുദായം എന്ന് പറയുന്നത് നമ്മുടെ ഈഴവ സമുദായത്തെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ടതും കേൾക്കാത്തതും ഈ ഈഴവ സമുദായത്തിൻ്റെ അപ്പോസ്തലനായി നടിച്ചു കിടക്കുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹമാണ് ഈഴവ സമുദായത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു നടക്കുന്നത്. അദ്ദേഹം ചാടിപ്പിടിച്ചു, എല്ലാം ഞാൻ തന്നെ, എൻ്റെ നേതൃത്വത്തിലാണ്, ഞാൻ പറഞ്ഞിട്ടാണ് ഇവരെല്ലാം നിങ്ങൾക്ക് മാറി വോട്ട് ചെയ്തത്, അതുകൊണ്ട് ഇനി എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും സാധിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറയാം. ഇദ്ദേഹം വോട്ട് ചെയ്യാൻ പറഞ്ഞ് ഈഴവ സമുദായത്തിലുള്ള ആരെങ്കിലും കേട്ടിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകനല്ലേ ആദ്യം വിജയിക്കേണ്ടത്. ആ ഒരു ചിന്ത എന്തായിരുന്നാലും ഈ അപ്പം ഗോവിന്ദൻ്റെ ടീമിന് ഇല്ലാതായി. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം എന്നാണ്. ഒരു പരിധിവരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാണ്. ഈ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കുറേ ആളുകൊണ്ട് ചെയ്തിരിക്കൊണ്ടിരിക്കുന്നത് മലബാറിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണ്. അതൊരു മോശം പ്രവണതയൊന്നുമല്ല. പക്ഷേ കൂടെ നിൽക്കുന്നവരെ കാണാതെ മലബാറിലുള്ള മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ CPM കൊണ്ടുവരിക, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ കൂടെ നിർത്തുക. പകരം അതുപോലെ മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് ഇടംചെരുക്കുണ്ടാക്കുന്ന CPIയെ ചവിട്ടി പുറത്ത് കളയുക. ഇതൊക്കെയാണ് ഈ അപ്പോസ്തലനായ പിണറായിയുടെ നടക്കാത്ത സ്വപ്നം. മുസ്ലിം ലീഗ് ഒരിക്കലും CPM നയിക്കുന്ന ഇടതു മുന്നിലേക്ക് വരാനും പോകുന്നില്ല, CPIയെ ചവിട്ടി പുറത്താക്കാനും കഴിയും. പക്ഷേ സംഭവം മുസ്ലിം ലീഗിലുള്ള ഒരു ഭാഗം മിക്കുള്ളവർ ഏറ്റുപിടിച്ചില്ല. കാരണം അവർക്കറിയാം ഇതൊരു അപകടകരമായ കളിയാണ്. എന്തായാലും ചിലപ്പോൾ ഒരു വിഭാഗീയത, അല്ലെങ്കിൽ കേരളത്തിലൊരു വ്യക്തമായ ഒരു രാഷ്ട്രീയ ശത്രുത, അല്ലെങ്കിൽ ഒരു സാമുദായിക ശത്രുത വരുമെന്ന് മുസ്ലിം ലീഗിലെ കഴിവും വിവേകവുമുള്ള നേതാക്കൾക്കറിയാം. പക്ഷേ ഈ സമസ്ത അല്ലെങ്കിൽ SDPI പോലുള്ള ഊക്കിലി സംഘടനകൾ അവർക്ക് ഇതിൽ ഒളിയിരിക്കുന്ന ചതി മനസ്സിലായില്ല. അവർ ചാടിപ്പിടിച്ചു. അവരിപ്പോൾ കണക്ക് നിരത്തി പറയുകയാണ്, നമുക്ക് ഇത്ര കിട്ടി, ഇവർക്ക് ഇത്ര കിട്ടി. പരസ്യമായി കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ മീഡിയയിൽ വന്നിരുന്ന് അവർ പരസ്യമായി കണക്ക് പറയുന്നു. മുസ്ലിം സമുദായത്തിന് ഇത്ര കിട്ടി, ഈഴവ സമുദായത്തിന് ഇത്ര കിട്ടി, അല്ലെങ്കിൽ നായർ സമുദായത്തിന് എന്ത് കിട്ടി. ഇന്നിപ്പോൾ ഒരു തലയെക്കെട്ടുകാരൻ ഒരു താടിയുടെ വാർത്താ സമ്മേളനം കണ്ടപ്പോഴാണ് പറയുന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊന്നും കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശ്രമിക്കണം. നമുക്ക് സർക്കാരിൽ പ്രാധാന്യത്തെ കിട്ടുന്നില്ല, ജോലിയിൽ പ്രാധാന്യത്തെ കിട്ടുന്നില്ല. ജോലിയിൽ പ്രാധാന്യത്തെ കിട്ടുന്നത് തീർച്ചയായിട്ടും പഠിച്ച് PSC ടെസ്റ്റുകൾ എഴുതി PSC തസ്തികയിൽ വന്ന് റാങ്ക് നേടുന്നവർക്ക് മാത്രമാണ് ജോലി കിട്ടുക. അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോകുന്നവർക്കാണ് ഉന്നതമായിട്ട് സർക്കാരിൻ്റെ തസ്തികയിൽ കയറി പറ്റാൻ പറ്റും. ഇതൊന്നും ചെയ്യാതെ നമ്മൾ റോഡിൽ നിൽക്കുന്ന നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ഉന്നതമായി ജോലി തരണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ സ്ഥാനം തരണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്നവർക്ക് വലിയൊരു ലജ്ജവും. ഇപ്പോൾ മലബാറിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാമുദായിക അന്തരീക്ഷമുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഒരു ഏറ്റവും വൃത്തികെട്ട മതം പറഞ്ഞ് മറ്റുള്ളവരെ നീ ആ ജാതിയാണ്, ഞാൻ ഈ ജാതിയാണ് എന്ന് പറഞ്ഞ് പരസ്പരം വേർതിരിക്കുന്ന ഒരു വൃത്തികെട്ട കളി രാഷ്ട്രീയക്കാർ തുടങ്ങി വെച്ചാണ്, പ്രത്യേകിച്ചും ഈ പിണറായി വിജയൻ കൂട്ടരും. അതിപ്പോൾ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഒരുപക്ഷെ ജാതി നോക്കി മിണ്ടുന്ന അല്ലെങ്കിൽ മതം നോക്കി സംസാരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ.
അത് വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. നമ്മുടെ കുട്ടികൾ ഇതൊന്നും കാണാതെ നാട് വിട്ട് അന്യനാട്ടിൽ പോയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. കാരണം ഈഴവനാണോ, നീ നായരാണോ, അല്ലെങ്കിൽ നീ മുസ്ലിമാണോ, മുസ്ലിമിൽ ഏത് വിഭാഗമാണോ നീ എന്ന് നോക്കി പരസ്പരം സംസാരിക്കുന്ന ഒരു കാലത്തിലേക്കാണ് ഈ നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. 5 വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ വൃത്തികെട്ട നെറികെട്ട കളി ഇവർ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ മതേതരത്വം, കപട മതേതരത്വം എന്ന് പറയുന്ന ഈ സാധനം, അല്ലെങ്കിൽ ഈ സാധനം അണിഞ്ഞുകൊണ്ട് നടക്കുന്നവരെ മുഖം മൂടി അഴിഞ്ഞു വിടുന്നത്. പണ്ടൊക്കെ ഈ ഇടയ്ക്കൊരു വാർത്ത കണ്ടു. ക്ഷേത്രം കത്തി, ക്ഷേത്രത്തിൽ കയറി രക്ഷിച്ചത്, ക്ഷേത്ര തീ അണച്ചത് മുസ്ലിം യുവാക്കൾ. പണ്ടൊന്നും ഇതൊരു വാർത്തയല്ലായിരുന്നു, അതൊരു കർമ്മമായിരുന്നു. നമ്മുടെ നാട്ടിൻപുറത്തൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ജാതി മതം നോക്കാതെ നമ്മൾ പോയി ഇടപെട്ടിരുന്നു. പക്ഷെ ഇന്നതൊരു വാർത്തയാണ്. അത് മുസ്ലിം രക്ഷിച്ചു, അല്ലെങ്കിൽ മുസ്ലിമിനെ ഹിന്ദു പോയി രക്ഷിക്കുന്നു. ഇത് വാർത്തയാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് ഒരു പിടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ 10 വോട്ടിന് വേണ്ടിയിട്ട് വിഭജിച്ച് മാറ്റി നിർത്തി എല്ലാത്തിലും മതത്തിന് ഉപരി യാതൊന്നുമില്ല എന്ന ചിന്ത വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഒരു മനുഷ്യരുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ മാത്രമാണ് ഇത് ഉതകുന്നത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ തുറന്നുവിട്ട ബോംബ്, അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഞാനാണ് അപ്പോസ്തലൻ, ഈഴവ സമുദായത്തിൻ്റെ മൊത്തം വോട്ട് എനിക്കാണ്, അതുകൊണ്ട് തന്നെ ഈഴവർക്ക് പ്രാധാന്യം കൊടുക്കും. ഇനിയിപ്പോൾ ഈഴവർക്ക് പ്രാധാന്യം കൊടുക്കാൻ സർക്കാരുകൾ ഇറങ്ങി തിരിച്ചാൽ മുസ്ലിങ്ങൾ പരാതിയാവും, മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഇറങ്ങി തിരിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് പരാതിയാവും. ഇവർക്ക് എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദു സമുദായത്തിൽ ഒരു 157 ഉപവിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം പിണക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർക്കെല്ലാം ജാതിരിച്ച് കൊടുക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബസ്സിൽ കയറി അടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്നവന് നിൻ്റെ ജാതി ഏത്, അല്ലെങ്കിൽ നിൻ്റെ മതം ഏത് എന്ന് നോക്കി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വളരെ വൈകാതെ എത്തപ്പെടാൻ പോവുകയാണ്. അതൊരു വളരെ അപകടം നിറഞ്ഞ അവസ്ഥയാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇതൊന്നും കേൾക്കാൻ ആരുമില്ല. നല്ല വാർത്ത എന്ന് പറഞ്ഞ് പടച്ചുവിടുന്ന കുറേ വാർത്തകളുണ്ട്. അതാണോ നല്ല വാർത്ത എന്ന് ചിന്തിക്കുക. ഇത് ചിന്തിക്കുന്നവർക്ക് പോലും വളരെ പ്രയാസമുണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്ന കേരളം, ഇതാണ് നമ്പർ 1 കേരളം, മതേതരത്വ കേരളം. അല്ലെങ്കിൽ മതേതരത്വം എന്താ പറയുക, നമ്മളാണ് നവോത്ഥാനത്തിൻ്റെ മതിൽ കെട്ടി നമ്മൾ നവോത്ഥാനത്തെ ഒരു കൂട്ടിലിട്ട് രക്ഷിക്കുകയാണ്. പക്ഷെ അകത്ത് കിടക്കുന്നവർ പരസ്പരം ജാതി പറഞ്ഞ്, അല്ലെങ്കിൽ മതം പറഞ്ഞ് തമ്മിലടിച്ച് വെണ്ണീറാകുന്ന ഒരു സമൂഹത്തെയാണ് നമ്മുടെ ഈ സർക്കാരും, അല്ലെങ്കിൽ നമ്മൾ സർക്കാരിനെ മാത്രം കുറ്റം വേണ്ടിയിട്ടാണ്, നമ്മൾ ഓരോരുത്തരും ഇതിൽ ഉത്തരവാദിയാണ്. ചിന്തിക്കൂ, മതമാണോ വലുത്? വെള്ളാപ്പള്ളി നടേശന് തീർച്ചയായിട്ടും ഇതിൽ യാതൊരു മനസ്താപങ്ങളുമില്ല. ഒരു ജാതി ഒരു മതം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ മനുഷ്യനെ മൂലക്കിരുത്തിയിട്ട് ജാതി പറയാൻ ഇറങ്ങിയ മനുഷ്യൻ, അല്ലെങ്കിൽ കള്ള് ചേർത്തരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ മനുഷ്യനെ ഉത്തരത്തിൽ കയറ്റിയിരുത്തി മാലയും ഇട്ടുവെച്ച് അദ്ദേഹത്തിൻ്റെ താഴെ കള്ളുവാറ്റ് നടത്തുന്ന ഒരു മനുഷ്യൻ, ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇദ്ദേഹത്തിനെ പോലുള്ളവർക്ക് ഇത് കഴിയും. അതല്ലെങ്കിൽ സമസ്ത പോലുള്ള നേതാക്കൾക്ക് ഇതേ കഴിയും. അവർക്ക് അവകാശങ്ങൾ, അവർക്ക് അവരുടെ നേതാക്കൾ, പാവപ്പെട്ട സമുദായ അംഗങ്ങൾ ഒന്നും ഇത് അറിയണമെന്നില്ല. നേതാക്കൾക്ക് സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ, അവരുടെ മക്കൾക്ക് ഉയർന്ന പദവി ലഭിക്കാൻ. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിൽക്കുന്ന എന്തിനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ? അദ്ദേഹത്തിൻ്റെ മകനെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമാണ്. അതിനാണ് പണ്ട് പിണറായി വിജയനെ താങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒന്നും കിട്ടാതെ ആയപ്പോഴത്തേക്ക് നരേന്ദ്രമോദിയെ താങ്ങാൻ തുടങ്ങി. ഇവർക്കൊക്കെ അവസരവാദമാണ്. ഇപ്പോൾ ഈ NSS ആയിരുന്നാലും SNDP ആയിരുന്നാലും ഈ സമസ്തയായിരുന്നാലും അങ്ങനെയുള്ള ഏത് സംഘടനയില്ല, അവർക്ക് എവിടെ കയറി ചെന്നാലും വളരെ പ്രാധാന്യത്തോടെ സീറ്റ് കിട്ടണം, അവരിക്കണം, അവരെ നേതാക്കളെന്ന് വിളിക്കണം. അവർ സമുദായത്തിലെ താഴേക്കിടെ കിടക്കുന്ന ഒരംഗങ്ങളുടെയും കാര്യങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരില്ല, അല്ലെങ്കിൽ ഇടപെടാൻ വരില്ല. അവർക്ക് എപ്പോഴും വേണ്ടത് എന്നെ മാത്രം ഫോക്കസ് ചെയ്യൂ എന്ന് പറയുന്ന കുറേ നേതാക്കളും അവരുടെ സംഘടനകൾ തമ്മിലടിക്കുമ്പോൾ സമുദായത്തിൻ്റെ താഴേക്കിടയിൽ കിടക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകും. അത് തീർച്ചയായിട്ടും അത് ഗൗനിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ പാഡസ് കഫേയിലേക്ക് വീണ്ടും കാണാം. ചൂടുള്ള ചായ.